ബച്ചോ വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ ഏക് ദൗഡ് ACP എന്ന ഒരു ലേഖ് പഠിക്കാം. ഇപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഏക് ദൗഡ് ACP. എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ഓട്ട മത്സരത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇങ്ങനെയും ഒരു ഓട്ട മത്സരം, ഏക് ദൗഡ് ACP. നമുക്കെല്ലാവർക്കും പാഠം ഒന്ന് വായിച്ചാലോ? कई साल पहले ओलंपिक के खेलों के दौरान एक विशेष दौड़ होने जा रही थी. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. उन सभी को कोई न कोई शारीरिक विकलांगता थी. कई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. എന്താണ് പറയുന്നത്? കൈ സാൽ പഹലെ, എന്താണ്? കുറേ വർഷങ്ങൾക്ക് മുൻപ്. സാൽ എന്താണ്? വർഷം. പഹലെ മുൻപ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. ഒളിമ്പിക് ഖേലോം കെ ദൗരാൻ, ഒളിമ്പിക് ഖേൽ അതായത് ഒളിമ്പിക് മത്സരത്തിൻ്റെ കെ ദൗരാൻ, സമയത്ത്, ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്ത് ഏക് വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി ഥി, ഒരു വിശേഷപ്പെട്ട, ഒരു പ്രത്യേകതയുള്ള ദൗഡ് എന്താണ്? ഓട്ട മത്സരം നടക്കുകയായിരുന്നു. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 100 मीटर, അപ്പോൾ എത്ര മീറ്ററാണ് ഓട്ട മത്സരം? 100 മീറ്റർ. 100 എത്രയാണ്? 100. 100 मीटर ഓട്ട മത്സരത്തിൽ 100 मीटर की इस दौड़ में एक गजब की घटना हुई. ഗസബ് എന്താണ്? ഒരു വിചിത്രമായ. एक गजब की घटना हुई, ഒരു വിചിത്രമായ സംഭവം നടന്നു. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. അപ്പോൾ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു? 9 എത്രയാണ്? 9. പ്രതിഭാഗി മത്സരാർത്ഥികൾ. 9 പ്രതിഭാഗി ശുരുവാത് കി രേഖ പർ, അതായത് ഓട്ട മത്സരം നടക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഓടാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും അല്ലേ? അതാണ് ശുരുവാത് കി രേഖ. അപ്പോൾ ഓടാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു? 9 മത്സരാർത്ഥികൾ. 9 പ്രതിഭാഗി ശുരുവാത് കി രേഖ പർ തയ്യാർ ഖടേ ഥേ. എന്താണ്? 9 മത്സരാർത്ഥികൾ ആ ഒരു ഓട്ട മത്സരത്തിൻ്റെ, 100 മീറ്റർ ഓട്ട മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതായത് മത്സരം തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർക്കുള്ള പ്രത്യേകത എന്താണ്? ഉൻ സഭീക്കോ കോയി ന കോയി ശാരീരിക് വികലാംഗത ഥി. അപ്പോൾ അവിടെ എന്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു? എന്തായിരുന്നു അത്? ഉൻ സഭീക്കോ, ആ 9 പേരിലും കോയി ന കോയി, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശാരീരിക് വികലാംഗത ഥി, എന്താണ്? ശാരീരിക വൈകല്യം. എന്താണ്? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശാരീരിക വൈകല്യമുള്ള 9 പേർ തമ്മിലായിരുന്നു ഈ ഒരു ഓട്ട മത്സരം, 100 മീറ്റർ ഓട്ട മത്സരം. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ആ ഒരു അതായത് ലേഖ്, അതിലെന്താണ്? ഒരു ഓട്ട മത്സരത്തെ പറ്റി പറയുന്നുണ്ട്. എത്ര മീറ്ററാണ് ഓട്ട മത്സരം? 100 മീറ്റർ. അവിടെ എന്താ പ്രത്യേകത? അവിടെ മത്സരിക്കുന്ന 9 മത്സരാർത്ഥികൾക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്തുണ്ട്? ശാരീരിക വൈകല്യം ഉണ്ട്. മനസ്സിലായോ? പിന്നെ എന്താ പറയുന്നത്? सीटी बेची सभी दौड़ पड़े. बहुत तेज तो नहीं, पर उनमें जीतने की होड़ जरूर तेज थी. सभी जीतने की उत्सुकता के साथ आगे बैठे. तभी एक छोटा लड़का ठोकर खाकर लड़खड़ाया, गिरा और रो पड़ा. उसकी आवाज सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. सब के सब लौट आए. उसे दोबारा खड़ा किया. उसने उसके
आंसू पोंछे, धूल साफ की, उस लड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया, यह कहते हुए कि अब ठीक हो जाएगा. അപ്പോൾ എന്ത് ചെയ്തു? അവർ മത്സരം നടക്കാനായിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുകയാണല്ലേ. അപ്പോൾ എന്താ? സി ടി ബജി സഭി ദൗഡ് പടേ. എന്ത് ചെയ്തു? മത്സരം തുടങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്യും? ഒരു വിസിലടിക്കും അല്ലേ. സി ടി ബജി എന്ത് ചെയ്തു? വിസിലടിച്ചു. സഭി ദൗഡ് പടേ. എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. ബഹുത് തേസ് തോ നഹി. എന്താണ്? ഒരുപാട് തേസ് എന്താണ്? വേഗത. ഒരുപാട് വേഗത്തിലൊന്നുമല്ല. പർ ഉന്മേം ജീത്നേക്ക് ഹോട്ട് ജറൂർ തേസ് തി. പക്ഷെ എന്താണ് അവിടെ പ്രത്യേകത? അവരുടെ ഉള്ളിൽ എന്താണ്? ജീത്നേക്ക് ഹോട്ട് ജറൂർ തേസ് തി. അതായത് ഓടി ആ ഒരു മത്സരത്തിൽ ജയിക്കാനുള്ള, ഹോട്ട് എന്താണ്? മത്സരം. മത്സരത്തിൽ ജയിക്കാനുള്ള ഒരു ആവേശം, ഒരു വാശി അവർക്കുള്ളിൽ ഉണ്ട്. സഭി ജീത്നേക്ക് ഉത്സുകത കെ സാത്ത് ആകെ ബെഠെ. എല്ലാവരും എന്ത് ചെയ്തു? സഭി എല്ലാവരും ജീത്നേക്ക് ഉത്സുകത കെ സാത്ത്. എന്താണ് ജീത്ന? എന്താണ്? ജയിക്കുക. ജയിക്കാനുള്ള ആ ഒരു ഉത്സുകത, ഒരു ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്തു? ആകെ ബെഠെ, മുന്നോട്ട് പോയി. തഭി ഏക് ഛോട്ടാ ലഡ്ക ഠോക്കർ ഖാക്കർ ലഡ്ഖടായ. തഭി അപ്പോൾ എന്ത് ചെയ്തു? ഏക് ഛോട്ടാ ലഡ്ക, എന്ത് ചെയ്തു? ഒരു ചെറിയ ആൺകുട്ടി ഠോക്കർ ഖാക്കർ ലഡ്ഖടായ. എന്ത് ചെയ്തു? ഠോക്കർ ഖാൻ എന്താണ്? ഒരു എവിടെയോ തട്ടി, കല്ലിലോ മറ്റോ എന്ത് ചെയ്തു? തട്ടി താഴെ വീണു. എന്ത് ചെയ്തു? കല്ലിലോ മറ്റോ തട്ടി താഴെ വീണു. എന്ത് ചെയ്തു? ഗിര ഓർ രോപ്പട. താഴെ വീണിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? രോപ്പട, കരയാനായിട്ട് തുടങ്ങി. उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. ആ കുട്ടി വീണ് കരയുന്നത് കണ്ടിട്ട് ഉസ്കി ആവാസ് സുൻകർ, ആവാസ് എന്താണ്? ശബ്ദം. ആ ആൺകുട്ടിയുടെ ശബ്ദം കേട്ടിട്ട്, സുൻകർ കേട്ടിട്ട്, ബാക്കി പ്രതിഭാഗി മറ്റു മത്സരാർത്ഥികൾ എന്ത് ചെയ്തു? ദൗഡ്ന ചോട, എന്ത് ചെയ്തു? അവർ ഓട്ട മത്സരം ഉപേക്ഷിച്ചു. ദേഖ്നെ ലഗേക്ക് ക്യാ ഹുവ, ഓട്ട മത്സരം നിർത്തിയിട്ട് എന്ത് ചെയ്തു? ആ കുട്ടിക്ക് എന്തു പറ്റി എന്ന് നോക്കാനായിട്ട് തുടങ്ങി. ഫിർ एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. फिर അതിനുശേഷം एक एक करके എന്താണ്? ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? ഉസ് ബച്ചേക്ക് മദത് കെ ലിയെ ഉസ്കെ പാസ് ആനെ ലഗെ. ആ കുട്ടിയുടെ മദത് എന്താണ്? സഹായത്തിനായിട്ട് ഉസ്കെ പാസ് ആനെ ലഗെ, എന്ത് ചെയ്തു? അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. സബ് കെ സബ് ലൗട്ട് ആയെ. എല്ലാവരും എന്ത് ചെയ്തു? തിരിച്ച്. ലൗട്ടിന് എന്താണ്? തിരിച്ച് വന്നു. ഉസെ ദൊബാര ഖടാക്കിയ, എന്ത് ചെയ്തു? അവനെ ദൊബാര, രണ്ടാമത് ഓട്ട മത്സരത്തിന് എന്താ എണീപ്പിച്ച് നിർത്തി. എന്ത് ചെയ്തു? അവനെ വീണിട്ട് എന്ത് ചെയ്തു? വീണ് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും അവനെ താഴെ നിന്നും എണീപ്പിച്ചു നിർത്തി. ഉസ്കെ ആസു പോഞ്ചെ, എന്ത് ചെയ്തു? അവൻ്റെ കണ്ണുനീർ, ആസു എന്താണ്? കണ്ണുനീർ, പോഞ്ചിന തുടച്ചു, കണ്ണുനീർ തുടച്ചു. ധൂൽ സാഫ് കി, എന്ത് ചെയ്തു? അവൻ്റെ ദേഹത്തൊക്കെ പൊടി ഉണ്ടായിരുന്നു. ധൂൽ എന്താണ്? പൊടി. താഴെ വീണിട്ട് തലയിൽ നിന്നൊക്കെ പൊടി പറ്റി എന്ത് ചെയ്തു? സാഫ് കി, വൃത്തിയാക്കി, തുടച്ച് വൃത്തിയാക്കി. ലഡ്കെ കി ദശ ദേഖ് ഏക് ബച്ചി നെ ഉസെ അപ്നെ ഗലെ സെ ലഗാ ലിയ. ആ കുട്ടിയുടെ, ആൺകുട്ടിയുടെ ദശ എന്താണ്? അവസ്ഥ. അവസ്ഥ കണ്ടിട്ട് ഏക് ബച്ചിനെ, ഒരു കുട്ടി എന്ത് ചെയ്തു? ഉസെ അപ്നെ ഗലേസെ ലഗാ ലിയ, എന്ത് ചെയ്തു? ആ കുട്ടി എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. ഓർ ഉസെ പ്യാർ സെ ചൂം ലിയ, എന്ത് ചെയ്തു? അവനെ സ്നേഹത്തോടു കൂടി ഒരു ഉമ്മ കൊടുത്തു. യഹ് കഹത്തെ ഹുവേ കി, എന്നിട്ട് എന്ത് പറഞ്ഞു? അബ് ഠീക് ഹോ ജായേഗ, ഇനി എന്ത് ചെയ്യും? നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി എന്ത് ചെയ്യാം? നിനക്ക് ഓടാം, നിനക്കെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തു നടന്നു? ചിത്രം കണ്ടോ എല്ലാവരും? ആ കുട്ടികൾ തമ്മിൽ ഓടാനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് നോക്കാം. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. सबके सब अंतिम रेखा तक एक साथ पहुंच गए. दर्शक मंत्रमुग्ध होकर
देखते रहे इस सवाल के साथ कि सबके सब एक साथ बाजी जीत चुके हैं. इनमें से किसी एक को स्वर्ण पदक कैसे दिया जा सकता है? निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. सबके सब एक साथ विजयी इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियां थमने का नाम नहीं ले रही थी. അപ്പോൾ എന്ത് ചെയ്തു? ഇനി എന്തൊക്കെ നടന്നു നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചേ. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा. എന്നിട്ട് എന്ത് ചെയ്തു? സാരേ ബച്ചോനെ എല്ലാ കുട്ടികളും ഏക് ദൂസരെ കാ ഹാത്ത് പകട. എന്ത് ചെയ്തു? പരസ്പരം അവർ കൈ കോർത്തു പിടിച്ചു. ഹാത്ത് എന്താണ്? കൈ പിടിക്കുക എന്താണ്? പകട, കൈ കോർത്തു പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഓർ സാത്ത് മിൽക്കർ ദൗഡ് ലഗായി. എന്ത് ചെയ്തു? ഒരുമിച്ച് സാത്ത് മിൽക്കർ എല്ലാവരും ഒത്തുചേർന്ന് ദൗഡ് ലഗായി ഓടാനായിട്ട് തുടങ്ങി. സബ്കെ സബ് അന്തിം രേഖ തക് ഏക് സാത്ത് പഹുഞ്ച് ഗയേ. എന്നിട്ട് എന്ത് ചെയ്തു? സബ്കെ സബ് എല്ലാവരും അന്തിം രേഖ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു ഫിനിഷിംഗ് പോയിന്റും ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഓടി അന്തിം രേഖ, അതായത് ഓടി തീരുന്ന ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എന്ത് ചെയ്തു? അന്തിം രേഖ തക് ഏക് സാത്ത് പഹുഞ്ച് ഗയേ. എന്ത് ചെയ്തു? ഒരുമിച്ച് നടന്നു, അതായത് ഓടി എത്തി. ദർശക് മന്ത്രമുഗ്ധ ഹോക്കർ ദേഖ്തേ രഹേ. എന്ത് ചെയ്തു? കാഴ്ചക്കാർ, അതായത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് എന്താണ് ശ്വാസം അടക്കി പിടിച്ച് എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയാണ്. ഒരു വിചിത്രമായ സംഭവമാണല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സവാൽ കെ സാത്ത് കി സബ്കെ സബ് ഏക് സാത്ത് ബാജി ജീത് ചുക്കെ ഹെ. എന്ത് ചെയ്തു? ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്നത്. എന്താണ്? എല്ലാവരും ഒരുമിച്ച് സബ് ഏക് സാത്ത്, അതായത് ഒരുമിച്ച് ബാജി ജീത് ചുക്കെ ഹെ. എന്ത്? ബാജി എന്താണ്? ഒരു പന്തയം. അതായത് ഓട്ട മത്സരം എന്ത് ചെയ്തു? വിജയിച്ചിരിക്കുന്നു. ജീത് ചുക്കെ ഹെ, വിജയിച്ചിരിക്കുന്നു. ഇൻമേ സെ കിസി ഏക് കോ സ്വർണ്ണ പദക് കൈസെ ദിയാ ജാ സക്താ ഹെ. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ വന്ന ചോദ്യം എന്താണ്? ഇവരെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്തു? മത്സരം വിജയിച്ചിരിക്കുന്നു. ഇനി എന്താണ്? ഇൻമേ സെ, ഇതിൽ നിന്നും കിസി ഏക് കോ സ്വർണ്ണ പദക് കൈസെ ദിയാ ജാ സക്താ ഹെ, അതായത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് എങ്ങനെയാണ് ആ സ്വർണ്ണ മെഡൽ കൊടുക്കുന്നത്? എല്ലാവരും ഒരുമിച്ച് ഓടി ജയിച്ചത് കൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വർണ്ണ മെഡൽ കൊടുക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് എന്ത് നടന്നു? നിർണായകോനെ ഭി സബ്കോ സ്വർണ്ണ പദക് ദേക്കർ സമസ്യ കാ ഷാൻദാർ ഹൽ ढूंढ निकाला. എന്ത് ചെയ്തു? നിർണായകോനെ, ജഡ്ജസ് എന്ത് ചെയ്തു? വിധികർത്താക്കൾ. നിർണായകോനെ എന്താണ്? സബ്കോ സ്വർണ്ണ പദക് ദേക്കർ എല്ലാവർക്കും എന്ത് ചെയ്തു? ഗോൾഡ് മെഡൽ, അതായത് സ്വർണ്ണ മെഡൽ കൊടുത്തിട്ട് സമസ്യ കാ ഷാൻദാർ ഹൽ ढूंढ निकाला. സമസ്യ എന്താണ്? ഈ ഒരു പ്രശ്നത്തിന് ഷാൻദാർ ഹൽ ढूंढ निकाला എന്താണ്? നല്ല ഒരു എന്ത് ചെയ്തു? വഴി, ഒരു എന്താണ്? എന്താണ്? ഒരു സൊല്യൂഷൻ, ഒരു നല്ല സൊല്യൂഷൻ എന്ത് ചെയ്തു? കണ്ടെത്തി. सबके सब एक साथ विजयी इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियों थमने का नाम नहीं ले रही थी. എന്നിട്ട് എന്ത് ചെയ്തു? सबके सब एक साथ विजयी इसलिए हुई, എല്ലാവരും എന്താണ്? ഒരുമിച്ച് വിജയായതിന് കാര്യം എന്താണ്? ഉസ് ദിൻ ദോസ്തി കാ അനോഖാ ദൃശ്യ, എന്താണ്? ആ ദിവസം, അതായത് സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു അനോഖ, എന്താണ്? വിചിത്രമായ ഒരു ദൃശ്യം ദേഖ് കണ്ടിട്ട് ദർശകോങ്കി താലിയ, എന്താണ്? കാഴ്ചക്കാരുടെ താലിയം എന്താണ്? കയ്യടി എന്ത് ചെയ്തു? തംനേക്ക നാം നഹി ലേ രഹേ തെ, അതായത് കയ്യടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്തു? അവരപ്പോഴും, അതായത് കാഴ്ചക്കാരെന്ത് ചെയ്തു? കൈയടിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ഒരു വിചിത്രമായ സംഭവമാണ്. ആ കുട്ടികൾ എന്ത് ചെയ്തു? ഒരു കുട്ടി വീണിട്ട് അവരെന്ത് ചെയ്തു? അത് ശ്രദ്ധിക്കാതെ പോകാതെ എന്ത് ചെയ്തു? തിരിച്ചു ചെന്ന് എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്തു? മത്സരം പൂർത്തിയാക്കി. അതെന്താണ്? ഒരു വിചിത്രമായ ഒരു സംഭവമായിരുന്നു.
എല്ലാവർക്കും ആ ലേഖം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒരു മത്സരത്തിനെ പറ്റിയാണ് നമ്മളിന്നിവിടെ പഠിച്ചത്. അതൊരു സാധാരണ മത്സരമായിരുന്നോ? അല്ല, അതൊരു വിചിത്രമായ ഒരു അനോഖ, അതായത് എന്താണ്, ഒരു വിചിത്രമായ ഒരു മത്സരം ആയിരുന്നു. ചർച്ച കരേൻ. ആപ്കോ കഭി ഏസാ അനുഭവ് ഹുവാ ഹേ? നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് പറയുകയാണ്. എന്താണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആജ് കി സാമാജിക് സന്ദർഭ് മേം ഏസി ഘടനാओं की ഭൂമിക ക്യാ ഹെ? അതായത് ആജ് കെ സാമാജിക് സന്ദർഭ് മേം, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏസി ഘടനാओं की, ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഘടനാओं की ഭൂമിക ക്യാ ഹെ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് ചർച്ച ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ദൗഡ് പ്രതിയോഗിത മേം സഭി പ്രതിഭാഗിയോനെ സ്വർണ്ണ പതക് ജീത്ത. അതായത് ഓട്ട മത്സരത്തിൽ എല്ലാ മത്സരാർത്ഥികളും എന്ത് ചെയ്തു? സ്വർണ്ണ മെഡൽ നേടി. ഇസ് പർ സമാചാർ തയ്യാർ കരേ. അതിലെന്ത് ചെയ്യാനാണ്? ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്. സമാചാർ മേം, പത്രവാർത്തയിൽ എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ്? സ്ഥാൻ കാ ഉല്ലേഖ് ഹേ, അതായത് എവിടെ നടക്കുന്നു എന്ന സ്ഥലത്തിനെ പറ്റി പറഞ്ഞിരിക്കണം. പിന്നെ എന്ത് വേണം? വസ്തുനിഷ്ഠ ഏവം സംക്ഷിപ്ത വിവരൺ ഹേ, അതായത് വസ്തുനിഷ്ഠവും, അതായത് വളരെ ചുരുങ്ങിയ രീതിയിൽ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കണം. പിന്നെ എന്താണ്? ശീർഷക് ജിജ്ഞാസായുക്ത ഹേ, അതായത് നമ്മൾ പത്രവാർത്തയ്ക്ക് കൊടുക്കുന്ന ഹെഡിങ്ങിന് എന്താണ്? ജിജ്ഞാസ ഉളവാക്കുന്നത്. അതായത് ആ ഹെഡിങ് കാണുമ്പോഴേക്കും ആ വായനക്കാർക്ക് എന്ത് ചെയ്യണം? അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകണം. അത്തരത്തിലൊരു ഹെഡിങ് ആവശ്യമാണ്. അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പത്രവാർത്ത തയ്യാറാക്കണം. പിന്നെന്താണ്? പഠേ, വായിക്കാനാണ്. എന്താണ്? ഒളിമ്പിക് ഖേലോം കെ ദൗരാൻ ഏക് വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി ഹേ. എന്താണ്? ഒളിമ്പിക് ഖേൽ, അതായത് ഒളിമ്പിക് മത്സരം, കെ ദൗരാൻ, ആ ഒരു സമയത്ത്, ഏക് വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി ഥി, ഒരു വിശേഷപ്പെട്ട, ഒരു പ്രധാനപ്പെട്ട ഓട്ടം എന്താണ്? നടക്കാൻ പോകുന്നു. സ്വതന്ത്രതാ സംഗ്രാം കെ ദൗരാൻ ഗാന്ധിജി കേരൾ ആയേ ഥേ. എന്താണ്? സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്, കെ ദൗരാൻ, എന്താണ്? ആ നടക്കുന്ന ഒരു സമയത്ത് ഗാന്ധിജി കേരളായേ ഥേ, ഗാന്ധിജി എന്ത് ചെയ്തു? കേരളത്തിൽ വന്നിരുന്നു. ആ കെ ദൗരാൻ എന്നതിൻ്റെ പ്രയോഗമാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ്? ലിഖേ കെ ദൗരാൻ ജോഡ്കർ വാക്യോം കോ മിലായേ. അതായത് ഇവിടെ 2 സെൻറ്റൻസ് വീതം തന്നിട്ടുണ്ട്. അവയ്ക്കിടയിൽ എന്ത് ആഡ് ചെയ്യണം? കെ ദൗരാൻ എന്ന വാക്യം ചേർത്ത് അത് ഒറ്റ വാക്യമായിട്ട് എഴുതാനാണ് പറയുന്നത്. എന്താണ്? ആജ് പ്രേംചന്ദ് ജയന്തി ഹേ. ഇന്ന് എന്താണ്? പ്രേംചന്ദ് ജയന്തിയാണ്. കഹാനി സൃജൻ പ്രതിയോഗിത കാ ആയോജൻ ഹോഗ. കഹാനി സൃജൻ പ്രതിയോഗിത, അതായത് എഴുത്ത് മത്സരം, രചനാ മത്സരം, സൃജൻ രചന, സൃജൻ പ്രതിയോഗിത രചനാ മത്സരം, എന്തിന്? കഥാ രചനാ മത്സരം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കെ ദൗരാൻ എങ്ങനെ ആഡ് ചെയ്യും നമ്മൾ? ആജ് പ്രേംചന്ദ് ജയന്തി, അതിനുശേഷമുള്ള ഹേ ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് ആജ് പ്രേംചന്ദ് ജയന്തി കെ ദൗരാൻ കഹാനി സൃജൻ പ്രതിയോഗിത കാ ആയോജൻ ഹോഗ എന്ന് എഴുതും. അത് ഒറ്റ സെൻറ്റൻസ് ആക്കിയായിട്ടാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെയാ? രാഷ്ട്രീയ ഖേൽ ഹോനെ വാലാ ഹേ. എന്താണ്? നാഷണൽ ഗെയിംസ് തുടങ്ങാനായിട്ട് പോകുന്നു. അതിനുശേഷം എന്താ പറയുന്നത്? ദീപ് ശിഖ പ്രയാൺ കാ ആയോജൻ ഹോഗ. എന്താണ്? ദീപശിഖ പ്രയാണവും കൂടി നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കും. അതെങ്ങനെ എഴുതും? ഹോനെ വാല ഹേ, ഹോനെ വാല തൊട്ടുള്ള അങ്ങോട്ടുള്ളത് നമ്മൾ മാറ്റും. എന്നിട്ട് എന്ത് അടിയും? കെ ദൗരാൻ അടിയുന്നു. രാഷ്ട്രീയ ഖേൽ കെ ദൗരാൻ ദീപ്ശിഖ പ്രയാൺ കാ ആയോജൻ ഹോഗ. അങ്ങനെ നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതും. പിന്നെ എന്താ? പഠേം സംഛേ. എന്താ? മേരാ ഭായി 5വേം ദർജേ മേം ഹേ. എൻ്റെ സഹോദരൻ 5ാം ക്ലാസ്സിലാണ്. തും മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി ഹോ. നീ എൻ്റെ അടുത്ത് എന്താണ്? തമാശ അല്ലല്ലോ കാണിക്കുന്നത്.
പിന്നെന്താ, തുമേ മേരി ചിട്ടി മിൽ ഗയി, എന്താണ് നിനക്ക് എൻ്റെ കത്ത് കിട്ടിയോ. തും മേരി ബാത് കോ ഗലത് സമജ് രഹി ഹോ, നീ എൻ്റെ എന്താണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനെ തെറ്റായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എന്തിൻ്റെ പ്രയോഗമാണ്? മേര, മേരെ, മേരി എന്നിവയുടെ പ്രയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേര ആഡ് ചെയ്യുന്ന എപ്പോഴാണ്? പുല്ലിംഗം മേരാ ഭായി എന്ന് വന്നതുകൊണ്ടാണ് അവിടെ മേര ആഡ് ചെയ്തത്. എന്താണ് സ്ത്രീലിംഗം വരുന്ന സമയത്ത് മേരി ആഡ് ചെയ്യുന്നു. പ്ലൂറൽ ബഹുവചനം വരുന്ന സമയത്ത് മേരെ ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? പിന്നെ എന്താ പറയുന്നത്? സഹി ജോഡി ബനായ്, എന്താണ് കറക്റ്റായിട്ടുള്ള ജോഡികൾ പെയറുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ജൈസെ സാൽ വർഷ്, സാൽ എന്ന് പറഞ്ഞാലും വർഷം എന്ന് പറഞ്ഞാലും എന്താണ് ഇയർ അല്ലേ, വർഷം എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ സമാന അർത്ഥമുള്ള വാക്യങ്ങളെ പെയറുകൾ അത് രണ്ടെണ്ണം വെച്ച് വരച്ച് യോജിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ മിത്രത ഉണ്ട്. മിത്രത ഏതുമായി യോജിക്കും? മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കായ ദോസ്തി അല്ലേ, സുഹൃത്ത് ബന്ധം എന്നതുമായി യോജിക്കുന്നു. പിന്നെ എന്താ ശുരുവാത്ത് എന്താണ്? അത് രണ്ടാമത്തെ വരിയിലെ നാലാമത്തെ വാക്കായ ആരംഭ് എന്നത് സമാനാർത്ഥമാണ്. അതുപോലെയുള്ള വാക്യങ്ങൾ കണ്ടെത്തുമല്ലോ. പിന്നെ എന്താണ്? പഠേം സംശയം, उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. എന്താണ് ആ കുട്ടി വീണതിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്താണ് മറ്റു മത്സരാർത്ഥികൾ ഓടുന്നത് നിർത്തിയിട്ട് ദേഖ്നെ ലഗേ എന്ത് ചെയ്തു? നോക്കാനായിട്ട് തുടങ്ങി. എന്തുണ്ടായെന്ന് നോക്കാനായിട്ട് തുടങ്ങി. അതെന്താണ്? പ്രസന്റ്, അതായത് ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനെ സൂചിപ്പിക്കാനായിട്ടാണ് ദേഖിനെ ലഗേ എന്ന് വന്നത്. പിന്നെ എന്താ? ഫിർ ഏക് ഏക് കർക്കെ വേ സബ് ഉസ് ബच्चे की मदद के लिए उसके पास आने लगे. എന്താണ് ആ കുട്ടിക്ക് സഹായത്തിനായിട്ട് അവരെല്ലാവരും കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. എന്താ? ആനേ ലഗേ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നടക്കുന്ന കാര്യം സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ ലെഗിൻ്റെ പ്രയോഗം വന്നത്. പിന്നെ എന്താണ്? ലड़के की दशा देख एक बच्ची ने उसे गले से लगा लिया. കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു കുട്ടി എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ചു. ഗലേസെ ലഗാലിയ ആ സമയത്ത് നടന്നത് കൊണ്ട് വീണ്ടും ലെഗിൻ്റെ പ്രയോഗം വന്നു. പിന്നെ എന്താണ്? സാരേ ബച്ചോനെ ഏക് ദൂസരേ കാ ഹാത്ത് പക്ടാ ഓർ മിൽക്കർ ദൗഡ് ലഗായി. എല്ലാവരും ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുമിച്ച് ഓടാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ഇവിടെ ലഗിൻ്റെ പ്രയോഗങ്ങളാണ് പറയുന്നത്. ദേഖ്നെ ലഗേ, ആനെ ലഗേ, ഗലേസെ ലഗാ ലിയ, ദൗഡ് ലഗായി. ഇത് വായിച്ചു വെച്ചാൽ മാത്രം മതി. പിന്നെ എന്താ? നമൂനയ്ക്ക് അനുസാർ ലിഖേ. ഇവിടെ ഒരു സന്ദർഭം തന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് ചിത്രത്തിൽ എന്ത് ചെയ്യാനാണ്? അത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ എഴുതാനായിട്ടാണ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നു? നീന്തുന്നുണ്ടല്ലേ. അതിനെന്താ എഴുതിയിരിക്കുന്നത്? ലഡിക്കെ തൈർ രഹേ ഹൈം, അതായത് കുട്ടികൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾ ലഡിക്കെ തൈർ രഹേ ഹൈം. എന്താ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് രഹേ ഹൈം. അപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലേ. അവിടെ നമുക്ക് എന്ത് എഴുതാം? ലഡ്കെ ഖേൽ രഹേ ഹൈ. ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തുണ്ട്? ഒരാൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതാം? ഏക് ആദ്മി മച്ഛലി പകട് രഹാ ഹേ. അവിടെ പുല്ലിംഗ ഏകവചനം വന്നതുകൊണ്ട് രഹാ ഹേ വന്നു. ആൺകുട്ടി എന്ത് ചെയ്യുന്നു? അല്ല, ഒരാൾ എന്ത് ചെയ്യുന്നു? മീൻ പിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട് അല്ലേ. എന്താണ് പറയുക? ഔരത് പാനി ഭർ രഹി ഹേ. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ത്രീ വെള്ളം നിറയ്ക്കുന്നുണ്ട്. രഹി ഹേ അവസാനിച്ചു. മനസ്സിലായോ? പിന്നെ എന്താണ്? നമൂനെ കെ അനുസാർ വാക്യോं को बदल कर लिखे. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് അതുപോലെ മറ്റു വാക്യങ്ങളെയും മാറ്റി എഴുതാനാണ് പറയുന്നത്.
വിക്രം വിശ്വനാഥ് സെ മില. എന്ത് ചെയ്തു? വിക്രം വിശ്വനാഥുമായി കണ്ടുമുട്ടി, വിശ്വനാഥിനെ കണ്ടു. അതിനെങ്ങനെ മാറ്റി എഴുതി? വിക്രം വിശ്വനാഥ് സെ മിലേഗ. എന്ത് ചെയ്യുന്നു? വിക്രം വിശ്വനാഥിനെ കാണും. അതായത് ഫ്യൂച്ചർ, ഇനി നടക്കാൻ, ഭവിഷ്യത്ത്, ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമായി അതിനെ മാറ്റി എഴുതി. ആദ്യത്തെ സെന്റൻസ് എങ്ങനെയായിരുന്നു? വിക്രം വിശ്വനാഥ് സെ മില. എന്ത് ചെയ്തു? വിക്രം വിശ്വനാഥിനെ കണ്ടു. അതെങ്ങനെ മാറ്റി എഴുതി? വിക്രം വിശ്വനാഥ് സെ മിലേഗ. അതായത് വിക്രം വിശ്വനാഥിനെ കാണും. അത് വരാൻ പോകുന്ന ഒരു കാര്യമായിട്ട് അതിനെ മാറ്റി എഴുതി. അടുത്ത സെന്റൻസ് എന്താണ്? ഉസ്കാ ഉപദേശ് സുന. എന്ത് ചെയ്തു? അവൻ്റെ, അതായത് അയാളുടെ ഉപദേശം കേട്ടു. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അയാളുടെ ഉപദേശം കേൾക്കും എന്നാക്കണം. നമ്മൾ എങ്ങനെ എഴുതും? ഉസ്കാ ഉപദേശ് സുനേഗ. എന്ത് ചെയ്യും? നമ്മൾ കേൾക്കും, സുനേഗ എന്നാക്കും. പിന്നെ എന്താണ്? ഉസ്കി ആംഖേ ഖുലി. എന്താണ്? അവൻ്റെ കണ്ണുകൾ തുറന്നു. അതെങ്ങനെ മാറ്റി എഴുതാം? അവൻ്റെ കണ്ണുകൾ തുറക്കും എന്ന് എഴുതാം. എങ്ങനെ എഴുതും? ഉസ്കി ആംഖേ ഖുലേഗി. പിന്നെ എന്ത് എഴുതാം? മെഹനത് കർക്കെ ധൻ കമായ. എന്ത് ചെയ്തു? പരിശ്രമിച്ചിട്ട് എന്ത് ചെയ്തു? ധനം സമ്പാദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എങ്ങനെ എഴുതും? സമ്പാദിക്കും എന്നാക്കും. അപ്പോൾ എങ്ങനെയാവും? മെഹനത് കർക്കെ ധൻ കമായേഗ. അടുത്ത എന്താണ്? സുഖ്സെ രഹനെ ലഗ. എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി. അത് നമ്മൾ എങ്ങനെയാക്കും? ജീവിക്കാൻ തുടങ്ങും എന്നെങ്ങനെയാക്കും? സുഖ്സെ രഹനെ ലഗേഗ. ഫ്യൂച്ചർ, ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് നമ്മളതിനെ മാറ്റി എഴുതും. അതിനെ നമ്മൾ എങ്ങനെ മാറ്റി? മില എന്നുള്ളത് മിലേഗ ആയി, അതുപോലെ സുന സുനേഗ ആയി, ഖുലി ഖുലേഗി ആയി, പിന്നെ എന്താണ്? കമായ കമായേഗ ആയി, ലഗ ലഗേഗ ആക്കി എഴുതി. മനസ്സിലായോ? പിന്നെ എന്താണ്? അതുപോലെ മറ്റൊന്ന് മോഡൽ തന്നിട്ടുണ്ട്. നമൂനയ്ക്ക് അനുസാർ വാക്യോം കോ മിലായേ. തന്നിരിക്കുന്ന പോലെ വാക്യങ്ങളെ ചേർത്തെഴുതാനാണ് പറയുന്നത്. എന്താണ്? ഹമാരെ രൂപ് രംഗ് അലഗ് ഹേ. നമ്മുടെ എന്താണ്? രൂപം, നിറം ഇവ എന്താണ്? വ്യത്യസ്തമാണ്. ഹം സബ് ഭാരതീയ ഹേ. നമ്മളെല്ലാവരും എന്താണ്? ഭാരതീയരാണ്. അതിനെങ്ങനെ എഴുതി? ഹമാരെ രൂപ് രംഗ് അലഗ് ഹേ ലേക്കിൻ ഹം സബ് ഭാരതീയ ഹേ. നമ്മുടെ രൂപവും നിറവും വ്യത്യസ്തമാണ്, പക്ഷേ എന്നിരുന്നാലും ഹം സബ് ഭാരതീയ ഹേ, നമ്മളെല്ലാവരും ഭാരതീയരാണ്. ഇവിടെ ലേക്കിൻ എന്നതിൻ്റെ പ്രയോഗം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ രണ്ട് സെൻറ്റൻസുകളെ ഒന്നാക്കി എഴുതി. അതുപോലെ അടുത്ത സെൻറ്റൻസ് പറയാം. നന്ദു തിത്തലിക്ക് പീछे ദൗഡ. എന്ത് ചെയ്തു? നന്ദു ചിത്രശലഭത്തിൻ്റെ പിറകെ ഓടി. വഹ് പകട് ന പായ. എന്ത് ചെയ്തു? അവനത് പിടിക്കാൻ കഴിഞ്ഞില്ല. അതിനെ നമ്മൾ എങ്ങനെ ഒറ്റ സെൻറ്റൻസ് ആക്കും? ആ ദൗഡ കഴിഞ്ഞുള്ള ആ ഒരു ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യും? ലേക്കിൻ ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാവും? നന്ദു തിത്ലിക്ക് പീछे ദൗഡ ലേക്കിൻ വ പകട് ന പായ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? എല്ലാവരും എഴുതി നോക്കുക, പാഠം നന്നായി വായിക്കുക. അപ്പോൾ ഇവിടെ തന്നിരുന്ന ലേഖ എല്ലാവർക്കും ഇഷ്ടമായോ? ഒരു മത്സരത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാഠം എല്ലാവരും നന്നായി വായിക്കുമല്ലോ. ധന്യവാദം.